നവരാത്രി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി ഈ മാസം 30-ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാപ്പി ആയല്ലോ. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധിയായിരിക്കും. ഇതോടെ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും തുടർച്ചയായി 3 ദിവസമായിരിക്കും അവധി ലഭിക്കുക. ചെറിയ പെരുന്നാളുടെ കാര്യത്തിലാണ് ഇത്തരമൊരു ആശയക്കുഴപ്പമെങ്കിൽ ഈ അവസാന നിമിഷത്തെ കാര്യം നമുക്ക് ഒരുപക്ഷെ സർക്കാരിന് ഈ അവസാന നിമിഷം മാത്രമാണ് മാസപ്പിറ കാണാറുള്ളത് എന്നൊരു ന്യായീകരണം പറയാമായിരുന്നു. പക്ഷേ ഈ വലിയ പെരുന്നാൾ, അതായത് ഈ ബക്രീദ്, ഇതിന് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇത് അവധി പ്രഖ്യാപിക്കാതെ എത്ര ദിവസം കഴിഞ്ഞാണ് പെരുന്നാൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള 9-10 ദിവസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ ഈ ഒരുപാട് ആളുകളെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ദൂരത്ത് താമസിക്കുന്ന ജോലിക്കാർ, അവരുടെ വീടുകൾ വളരെ ദൂരെയായിരിക്കും, അല്ലെങ്കിൽ അത്തരം കോളേജുകളും സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്ന രീതിയിലൊരു പ്രശ്നമുണ്ടായി. മറ്റൊന്ന്, നമുക്കറിയാം പല സാമുദായിക സംഘടനകളുടെയൊക്കെ തന്നെ ഇത്തരക്ക് അവധി, അവരുടെ ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവധിയൊക്കെ സർക്കാർ പല ഘട്ടങ്ങളിലും നൽകിയിട്ടുണ്ട്. പക്ഷേ നൽകാറുമുണ്ട്, അത് കലണ്ടർ അവധി പോലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളിൽ ഒന്നിതാണ്. ഇതല്ലാത്ത മറ്റു ചില ദിവസങ്ങളും അവധി നൽകാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുസ്ലിം മതവിഭാഗത്തിൻ്റെ 2 ആഘോഷങ്ങളിൽ ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളുമാണ്. ഈ ദിവസങ്ങൾ പോലും സർക്കാർ ഈ അവധിയൊക്കെ മാറ്റിക്കളിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്നൊരു വികാരം ഉണർന്നു വന്നു. അത് ചില സംഘടനകൾ വളരെ ശക്തമായി ഉയർത്തുകയും ചെയ്തു. സർക്കാരിനെ അനുകൂലിക്കുന്ന ചില മതവിഭാഗത്തിൽപ്പെട്ട ചില പൊതുപ്രവർത്തകരെങ്കിലും ഇതിനെ എതിരായ രംഗത്ത് വന്നിട്ടുണ്ട്. അവധി മാറ്റലൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവസാന നിമിഷം അവധി തീരുമാനിച്ച് നാട്ടിലേക്ക് വന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു അവധി അധികം തന്നാൽ എന്താണ് എന്നുള്ളൊരു പതിവ് ചോദ്യവും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച സാധാരണഗതിയിൽ അവധിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായി വെള്ളിയാഴ്ച ഒരു അവധി കൂടി കൊടുക്കുന്നു. അതേസമയം മറ്റ് പൊതു വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച അവധി ഇല്ല, ശനിയാഴ്ചയെ അവധിയില്ല. അപ്പോൾ ശനിയാഴ്ച മാത്രമാക്കി ചുരുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്.